ആ നാട്ടിലെ പാവപ്പെട്ട ഒരു കർഷകൻ 1.5 വർഷമായിട്ട് അവിടെയാണ് ഒറ്റ ഉദ്യോഗസ്ഥന്മാരില്ലാതെ ഓഫീസിലില്ല ഒരാളെങ്കിലും 1.5 വർഷമായിട്ടുള്ള പ്രശ്നം. ഒരാൾ പോലില്ല. ഇത് വളരെ നിരുത്തരവാദിത്തമുള്ളൊരു ഇന്ന് ആ പാടത്തെ കർഷകൻ 1.5 വർഷം മുന്നേ ആ ലൈൻ അറ്റിക്കിടക്കുന്ന കണ്ടപ്പോ KCB ഓഫീസറോട് പറഞ്ഞപ്പോ അവർ പറഞ്ഞല്ലോ അവിടെ ഈങ്ങമുള്ളുണ്ട് അത് നിങ്ങൾ വെട്ടിത്തന്നാൽ ഞങ്ങൾ ലൈൻ നന്നാക്കി തരാന്ന്. ഇതാണോ KCB ഉത്തരവാദിത്വം? ഇന്ന് ഞാൻ ചെന്ന കണ്ണൻകുട്ടിയാടെന്ന് അയാൾ ജീവിച്ചിട്ടില്ല ചോദിച്ചാൽ കൊടുത്ത് പത്രമാധ്യമങ്ങൾക്ക് അവർ പറഞ്ഞതാ. 1.5 വർഷത്തോളായിരുന്നു. എന്താ ഇതിനൊക്കെ അവസ്ഥ? ഒരു ഉത്തരവാദിത്വമില്ല. 2 ദിവസം മുന്നണ്ടായ മയക്കാരി കെട്ടി സർവീസുകാർ കൂട്ടിക്കിടന്നിട്ട് അത് നന്നാക്കാൻ 4 ദിവസം സർവീസുകാർ നന്നാക്കാൻ. ഇതാണ് KCB. ഒരൊറ്റ ഉദ്യോഗസ്ഥൻ ഇവിടെ 3 ആളുകളാണ് മരിച്ചത്. ഇവിടെ മാത്രമല്ലല്ലോ, ഇന്നലെ തന്നെ 3 ആളുകളാണ് മരിച്ചത്. അപ്പൊ ഇങ്ങനെ ഓഫീസൊക്കെ സംവിധാനം എങ്ങനെ മുന്നോട്ട് പോകും? ഇവിടെ ആരുമില്ലല്ലോ. ഞങ്ങളിവിടെ പറഞ്ഞിട്ട് ഒരു കാര്യം പറയാൻ വേണ്ടി ഇവിടെ കയറി ഒരാളും കാണില്ല. എല്ലാരും പുറത്താണ് പറഞ്ഞത്. ഒരാളെങ്കിലും ഇവിടെ ഉണ്ടാണ്ടേ? ആരുമില്ല. ഭാരമാറ്റ സമരം ചെയ്തിട്ടുള്ളത്. ഇതിങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ശക്തമായ സമരം ഉണ്ടാവും. മുസ്ലിം ലീഗ് സിന്ദാബാദ്, മുസ്ലിം ലീഗ് സിന്ദാബാദ്, മുസ്ലിം ലീഗ് സിന്ദാബാദ്, മുസ്ലിം ലീഗ് സിന്ദാബാദ്, KCB മാർച്ച് സിന്ദാബാദ്, KCB മാർച്ച് സിന്ദാബാദ്, KCB മാർച്ച് സിന്ദാബാദ്, KCB മാർച്ച് സിന്ദാബാദ്. നാട്ടുകാരെ നിങ്ങൾ അറിഞ്ഞോ, നാട്ടുകാരെ നിങ്ങൾ അറിഞ്ഞോ, നാട്ടുകാരെ നിങ്ങൾ അറിഞ്ഞേ, നാട്ടുകാരെ നിങ്ങൾ അറിഞ്ഞോ. വെട്ടുതോടുന്ന ദേശത്തെ, വെട്ടുതോടുന്ന ദേശത്തെ, വെട്ടുതോടുന്ന ദേശത്തെ, വെട്ടുതോടുന്ന ദേശത്തെ. വിദ്യാർത്ഥിയുടെ മയ്യത്ത്, വിദ്യാർത്ഥിയുടെ മയ്യത്ത്, വിദ്യാർത്ഥിയുടെ മയ്യത്ത്, വിദ്യാർത്ഥിയുടെ മയ്യത്ത്. ആരാ കൊന്നറിഞ്ഞില്ലേ, ആരാ കൊന്നറിഞ്ഞില്ലേ, ആരാ കൊന്നറിഞ്ഞില്ലേ, ആരാ കൊന്നറിഞ്ഞില്ലേ. വേങ്ങരയിലെ ഓഫീസിൽ, വേങ്ങരയിലെ ഓഫീസിൽ, വേങ്ങരയിലെ ഓഫീസിൽ, വേങ്ങരയിലെ ഓഫീസിൽ, KCB ഓഫീസിൽ, KCB ഓഫീസിൽ, KCB ഓഫീസിൽ, KCB ഓഫീസിൽ. ഇന്ന് മയങ്ങും കൂട്ടർ തന്നെ, ഇന്ന് മയങ്ങും കൂട്ടർ തന്നെ, ഇന്ന് മയങ്ങും കൂട്ടർ തന്നെ, ഇന്ന് മയങ്ങും കൂട്ടർ തന്നെ. മുസ്ലിം ലീഗ് സിന്ദാബാദ്, മുസ്ലിം ലീഗ് സിന്ദാബാദ്, മുസ്ലിം ലീഗ് സിന്ദാബാദ്, മുസ്ലിം ലീഗ് സിന്ദാബാദ്. KCB കാരന്മാരെ, KCB കാരന്മാരെ, KCB കാരന്മാരെ, KCB കാരന്മാരെ. പകരം ഞങ്ങൾ ചോദിക്കൂ, പകരം ഞങ്ങൾ ചോദിക്കൂ, പകരം ഞങ്ങൾ ചോദിക്കൂ, പകരം ഞങ്ങൾ ചോദിക്കൂ. ആരിത് പറയുന്നറിയില്ലേ, ആരിത് പറയുന്നറിയില്ലേ, ആരിത് പറയുന്നറിയില്ലേ, ആരിത് പറയുന്നറിയില്ലേ. മുസ്ലിം ലീഗാ പറയുന്നേ, മുസ്ലിം ലീഗാ പറയുന്നേ, മുസ്ലിം ലീഗാ പറയുന്നേ, മുസ്ലിം ലീഗാ പറയുന്നേ. ഞങ്ങൾ ഈ സമരം ഈ പ്രതിഷേധ സമരം സൂചനയാണ്. ഞങ്ങളിവിടെ കയറിയിട്ട് പരാതി കൊടുക്കാനാണ് ഇതിന്റെ മുന്നിലേക്ക് കയറിയത്. ഈ പരാതി കൊടുത്തിട്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം, ഈ പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്ന് വെച്ചിട്ടാണ് ഇതിന് മേലെ കയറി. പക്ഷെ ഇവിടെ ഒരു സ്റ്റാഫ് പോലും ഇല്ല. നിങ്ങൾ ആലോചിച്ചോ, ഒറ്റ സ്റ്റാഫ് പോലും ഇവിടെ ഇല്ല. എല്ലാവരും ഫീൽഡിലാണ് പറയുന്നത്. എന്നാലും ഉത്തരവാദിത്തപ്പെട്ട ഒരാളെങ്കിലും ഇവിടെ ഉണ്ടാണ്ടേ? ഒരു ഉത്തരവാദിത്തപ്പെട്ട KCBന്റെ ഒരാൾ പോലും ഇവിടെ ഇല്ലാത്ത അവസ്ഥ ഉണ്ടാകുമ്പോൾ സാധാരണക്കാരന്റെ സ്ഥിതി ഉണ്ടാവും. ഇങ്ങനെ കരണ്ട് പിടിച്ച് മരിക്കുന്ന ആളുകൾ സ്വാഭാവികം കരണ്ട് പിടിച്ച് മരിക്കൂലേ? മരിക്കുന്ന അവസ്ഥ ഉണ്ടായി. ഇവിടെ മാത്രം എല്ലായിടത്തും ഇതേ സ്ഥിതിയാണ് തുടർന്ന് പോകുന്നത്. ഭയങ്കര നിയോജക മണ്ഡലം മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തില് ഇന്നലെ അച്ഛനമ്പലത്തിലുള്ള ഒരു 18 വയസ്സുള്ള ഒരു വിദ്യാർത്ഥി ഇവിടെ വെട്ടുതോട് പ്രദേശത്ത് തോട്ടില് വൈദ്യുതി ലൈനിന്റെ താഴെ അറ്റുവീണ ലൈനിന് തട്ടിയിട്ട് മരണപ്പെടുന്നൊരവസ്ഥ ഉണ്ടായി. അപ്പൊ ഇതൊരു സ്ഥിരം സംഭവമായി മാറിക്കൊണ്ടിരിക്കുക സംസ്ഥാനത്ത്. ഇത് KCBയുടെ അനാസ്ഥതനെയാണ്, പൂർണ്ണമായ അനാസ്ഥ തന്നെയാണ്. ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല. 2 ദിവസം മുൻപ് വെള്ളിയാഴ്ച ഇവിടെ 9 മണിക്ക് വലിയൊരു കാറ്റടിച്ചു. ആ കാറ്റടിച്ചപ്പോൾ വെട്ടുതോട് പ്രദേശത്ത് കുറെ വീടുകളുടെ വീണ്, മരങ്ങൾ വീണു, ലൈന് പൊട്ടി, എല്ലാം പൊട്ടി. അങ്ങനെ പൊട്ടിയിട്ടും ഇതൊന്നും ആ പ്രദേശത്ത് തന്നെയാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. അതാണ് ഇതിന്റെ നിങ്ങൾ പ്രധാനമായി ഞങ്ങൾക്ക് പറയാനുള്ളത്. ആ പ്രദേശത്ത് മൊത്തം ലൈനുകൾ KCB പരിശോധിച്ചില്ല. ഈ കുട്ടികളെ പറഞ്ഞിട്ട് കാര്യമില്ല, കുട്ടികൾ ചെറിയ കുട്ടികളല്ലേ. അപ്പൊ ഈ ലൈന് പൊട്ടി വീണ് കിടക്കുമ്പോൾ ഇപ്പൊ ചോദിച്ചപ്പോൾ അതൊരു മാസമായി പൊട്ടി വീണിട്ടെന്ന് അറിയാൻ കഴിഞ്ഞത്. എന്നിട്ട് അത് നന്നാക്കാതെ അവിടെ സ്വാഭാവികമായിട്ട് KCBക്കാർ ഫീൽഡിൽ പോണല്ലോ. ഇപ്പൊ ഞങ്ങൾ ഈ ഓഫീസിൽ കയറി നോക്കിയപ്പോൾ ഒരു സ്റ്റാഫ് പോലും ഇല്ല. അവർ പറഞ്ഞത് എല്ലാവരും ഫീൽഡിലാണെന്നാ പറഞ്ഞത്. എന്നിട്ട് ഫീൽഡിൽ പോയ എല്ലാവർക്കും എന്തുകൊണ്ട് ഇത് കാണാൻ സാധിച്ചില്ല? എന്നിട്ട് ആ കുട്ടി ദാരുണമായി മരണപ്പെടുമ്പോൾ എന്നിട്ടും അനാസ്ഥകൾ കൊണ്ട് മാത്രം ഈ KCB മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ പോയാൽ എങ്ങനെ ഈ സംസ്ഥാനം എങ്ങോട്ടാ പോകുന്നത്? ഇത് വലിയ അപകടമല്ലേ? ഇവിടെ സാധാരണക്കാരന് ജീവിക്കാൻ പറ്റാത്ത, സ്വസ്ഥമായി ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം. മരണമാണ്. ഇന്ന് തന്നെ 3 മരണം. പാലക്കാടൊന്ന്, തിരുവനന്തപുരത്തൊന്ന്, മുമ്പ് കൊണ്ടോട്ടിയിലൊന്നുണ്ടായി, അതുപോലെ തന്നെ മറ്റു തെക്കൻ ഭാഗത്ത് വേറൊന്നുണ്ടായി. ഇങ്ങനെ എല്ലായിടത്തും KCB ലൈന് പൊട്ടി വീണ ലൈന് തട്ടിക്കൊണ്ട് മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെ സർക്കാർ ശക്തമായ നടപടിയെടുക്കണം. സർക്കാരിനോട്, മന്ത്രിമാരോട് ചോദിച്ചാൽ ഇതിന് യാതൊരു ഉത്തരവില്ല. അവർ വെറും തമാശയായി കാണുന്ന അവസ്ഥയിലേക്ക്, ഏതിനെയും തമാശയായി കാണുന്ന അവസ്ഥയിലേക്ക് ഈ സർക്കാർ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് പറയുന്നത്. പൊട്ടി വീണ് അറിയിച്ചിട്ടുണ്ട്, അവിടെ ആളുകളെ അറിയിച്ചിട്ടുണ്ട്. കാരണം അവിടെ 1.5 വർഷമായിട്ട് പൊട്ടി വീണിട്ടുണ്ട്. അപ്പൊ അറിയിച്ചിട്ടുണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും. അപ്പൊ താഴ്ന്ന് കിടക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ട് ഇവർ പരിശോധിക്കുന്നു? ഇപ്പൊ ഞാൻ ഓഫീസിൽ കയറിയില്ല, നിങ്ങൾ കണ്ടല്ലോ.
അവിടെ ഒരാളും ഇല്ല, ഒരു ഓഫീസിൽ ഒരു സ്റ്റാഫ് പോലും ഇല്ല, അവിടെ ഒരു അറ്റൻഡർ മാത്രമേ ഉള്ളത്. ഒരാളെങ്കിലും അവിടെ ഉത്തരവാദിത്തപ്പെട്ട ഒരാളെങ്കിലും അവിടെ ഉണ്ടാകണ്ടേ? അവരെല്ലാം ഫീൽഡിലാണെന്നാണ്. ഫീൽഡിലാണെങ്കിൽ ഇതൊക്കെ നന്നാക്കണ്ടേ? ഫീൽഡിൽ ഈ വർക്ക് ഇത് എന്തുകൊണ്ട് ഇവർ കാണുന്നില്ല? ഫീൽഡിൽ പോയിട്ട് ഇങ്ങനെയുള്ള അപാകതകൾ കാണുന്നില്ലല്ലോ, ഇതുപോലുള്ള പ്രശ്നങ്ങൾ കാണുന്നില്ലല്ലോ. അപ്പൊ അവർ ഇതൊന്നും നോക്കാത്തൊരു സ്ഥിതിവിശേഷമാണ് ഇവിടെ എന്നുള്ള സംസ്ഥാനത്ത് ഒട്ടുക്കുള്ളത്. ഇവിടെ ഇതിന്റെ ഒരു മാറ്റാണിതുള്ളത്. അപ്പൊ ഇത് മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കിക്കൊണ്ട് സർക്കാർ തിരുത്തണമെന്നാണ് ഞങ്ങൾക്ക് പറയുന്നത്. ഉദ്യോഗസ്ഥർ ഇങ്ങനെ പണിയെടുക്കാതെ പോയാൽ അവർക്കെതിരെ നടപടികൾ വേണം. നടപടി എടുത്തുകൊണ്ട് തന്നെ സർക്കാർ മുന്നോട്ട് പോകണം എന്നുള്ളതാണ്, സസ്പെൻഡ് ചെയ്യണം എന്നുള്ളത് തന്നെ ഞങ്ങളുടെ തീരുമാനം. ഇതൊരു സൂചനാ സമരമാണ്. ശക്തമായിട്ടുള്ള സമരമായിട്ട്, ഇതിന് ഉത്തരമില്ലെങ്കിൽ ശക്തമായിട്ടുള്ള സമരമായിട്ട് മുന്നോട്ട് പോകും. ഇതിന് നഷ്ടപരിഹാരം കൊടുക്കാനുള്ള സംവിധാനം കൂടി ഉണ്ടാക്കണമെന്ന് ഞങ്ങളിവിടെ അറിയിക്കണം.